നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചി നഗരസഭ 74-ാം ഡിവിഷൻ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. നഗരസഭ 74-ാം ഡിവിഷൻ പടയപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി വിൻസി ബൈജുവിന്റെ വിജയത്തിനായി കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. LDFിന്റെ പ്രവർത്തകർക്ക് ധൈര്യമായി ഇറങ്ങിച്ചെല്ലാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം, കോർപ്പറേഷന്റെ ഭരണം, ഗവൺമെന്റിന്റെ ഭരണം, ഈ നാടിന്റെ വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും നന്നായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടുമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ വോട്ട് ചെയ്ത് ചേരുമ്പോൾ അവരെ LDFിന്റെ സ്ഥാനാർത്ഥിയെയോ പ്രവർത്തകരെയോ ജനം രണ്ടുപേരും നീട്ടി സ്വീകരിക്കുകയാണ്. ഞാനിത് രാവിലെ സ്ഥാനാർത്ഥിയുമായിട്ട് 8-ാം ഡിവിഷന്റെ കുറച്ച് ഭാഗത്ത് പോയി. അവിടെ ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. പക്ഷെ അവിടെ ഇത്രയും വികസനം നടന്നിട്ടും കൗൺസിലർ എന്നുള്ളതൊക്കെ പഴയ കൗൺസിലർ ആ പ്രദേശത്ത് ചെയ്യുന്ന കാര്യം. MM ഫ്രാൻസിസ്, CS ഗിരീഷ്, സ്ഥാനാർത്ഥി വിൻസി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അതിൽ പ്രധാനമായി ആരോഗ്യരംഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഡിവിഷനുകളിലും ഓരോ ഹെൽത്ത് സെൻറ്റർ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. മറ്റൊന്നുമല്ല, നമ്മളെപ്പോലെ ഒരുപാട് വീട്ടമ്മമാർ ആശുപത്രികളിലൊക്കെ പോകാൻ മടിയുള്ളവരാണ്. ഈ ഹെൽത്ത് സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സാധാരണക്കാരായ ആളുകളാണ്. എന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ വികസനങ്ങളുമാണ് ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിൽ നടത്തി വന്നിട്ടുള്ളത്. അതിൽ ഒരു ഡിവിഷനുകളും നമ്മൾ മാറ്റി നിർത്താതെ എല്ലാ ഡിവിഷനുകളിലും നമ്മൾ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ആവശ്യമായ എല്ലാവിധ വികസനങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിവിഷനിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. MLAയുടെ കീഴിലും കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിലും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ കൊച്ചിക്കാരെന്ന് പറഞ്ഞാൽ പശ്ചിമ കൊച്ചി പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി തുടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള പൈതൃക പ്രദേശങ്ങൾ വസിക്കുന്ന നമ്മൾ വാർത്ത മറ്റൊന്നുമല്ല, യൂറോപ്പിലെ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ രാജ്യത്ത് ആംസ്റ്റർഡാം അതിന്റെ തലസ്ഥാനമാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.